നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുളിങ്കറിയുമായിട്ടാണ്. മത്തങ്ങയും കുമ്പളങ്ങയും ചേർത്തുള്ള പുളിങ്കറി. ചോറിന്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ്. ഇതിനൊരു പ്രത്യേക രുചിക്കൂട്ടോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പുളിങ്കറി റെഡിയാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ പുളിങ്കറിക്കായിട്ടുള്ള മത്തങ്ങയും കുമ്പളങ്ങയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഒരു 1/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പകുതിയാണ് കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്. എത്ര മത്തങ്ങ എടുക്കുന്നോ അതിന്റെ പകുതി കുമ്പളങ്ങ എടുക്കും. എന്നിട്ട് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു കലത്തിൽ കുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ കുക്ക് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഈ കലത്തിൽ ചെയ്യാം. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു പീസസ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ നമുക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കലത്തിലിട്ട് ബാക്കി കുക്ക് ചെയ്യാം. ഇപ്പം ഞാനിതിവിടെ നമ്മുടെ ഈ മത്തങ്ങയും കുമ്പളങ്ങയും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2 വിസിൽ മതിയാകും ഇത് കുക്കായി കിട്ടാൻ. ഇനി നമുക്കിത് കുക്കാവുന്ന ടൈം കൊണ്ട് ആ സ്പെഷ്യൽ രുചിക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. ഇപ്പൊ പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശയ്ക്കൊക്കെ ആട്ടുന്ന അരിയാണ് യൂസ് ചെയ്യുന്നത്. ദോശ അരി ആയാലും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ദോശ അരി ആയാലും കുഴപ്പമില്ല. അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ചമല്ലി, അത് ഞാനിവിടെ 2 ടീസ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 3 വറ്റൽമുളക്, അത് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച്. എൻ്റെ വറ്റൽമുളക് ഇത് നല്ല എരിവായതുകൊണ്ടാണ് 3 എണ്ണം ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിനെ നമുക്കൊന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്യണം, കരിഞ്ഞൊന്നും പോകാതെ. എന്നിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കണം. അതാണ് ഈ രുചിക്കൂട്ട് ചേർക്കും വേണം, അതിനൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ കഴിവതും നമ്മൾ ഇതുപോലെ തന്നെ മല്ലിയും അതുപോലെ ഉലുവയും ഉണക്കമുളകും എല്ലാം ചേർക്കാൻ ശ്രമിക്കണം. പകരം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ ആ ഒരു നാടൻ ടേസ്റ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതേ ഉള്ളൂ എങ്കിൽ അത് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അരിയും കൂടി ചേർക്കണം, അപ്പോഴേ ആ ഒരു കറി ഒന്ന് കുറുകി വരുള്ളൂ. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ മത്തനും കുമ്പളങ്ങയും അത് നന്നായിട്ട് കുക്കായി വന്നിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുളിങ്കറിക്ക് പുളി ആവശ്യമാണ്. അപ്പോൾ ഇതുപോലൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്താൽ മതി. ഒരുപാട് പുളിയൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള പുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്ത് വെള്ളത്തിലിടുക. ഇനി നമുക്കിതിലൊരു ചെറിയൊരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ കഴിച്ചിട്ടുള്ളപ്പോൾ അതിൽ തേങ്ങ അരച്ചിട്ടില്ലായിരുന്നു. പക്ഷേ തേങ്ങ അരച്ചപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാനതിൽ കുറച്ചൊരു തേങ്ങയും കൂടി അരയ്ക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കുക. വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അത് അരച്ചെടുത്തതിന് ശേഷം ബാക്കി നോക്കാം. ഇപ്പം നമ്മുടെ മത്തനും കുമ്പളങ്ങയും കുക്കായി വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഒരു ചെറിയൊരു കലത്തിലേക്ക് മാറ്റി. അപ്പം മൺചട്ടിയിലോ മൺകലത്തിലോ ഒക്കെ നമുക്ക് വേവിക്കുമ്പോൾ അതിന് കുറച്ചൊരു നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് തിള വരണം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഇതിലേക്ക് നമുക്ക് ആ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാനായിട്ട്. ഇതാണ് ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇത് ഡയറക്റ്റ് ചേർക്കാതെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതിനൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ കറിയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കിയിട്ടങ്ങ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കറി അങ്ങ് ഇളക്കി കൊടുക്കാം. ആ ഇളക്കി കൊടുക്കുന്നതിന് ശേഷം നമുക്കൊന്ന് രുചി കൂടി നോക്കണം. അതിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കറിയുടെ കളർ തന്നെ മാറിയത് കണ്ടോ. കാരണം ആ ഒരു മഞ്ഞ കളറിൽ നിന്ന് ഒരു ഓറഞ്ച് റെഡിഷ് കളറിലോട്ട് മാറും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു രുചിക്കൂട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോൾ അതിനൊരു ഭയങ്കര മണവും ടേസ്റ്റും ഒക്കെയാണ്. എല്ലാവരും അത് കറക്റ്റിന് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും.
ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കുറുകി വരണം. ഒരുപാട് അങ്ങ് എന്താ പറയുക വെള്ളം പോലെ ഇരിക്കരുത്, കുറച്ചൊന്ന് കുറുകിയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പം അത് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ചും കൂടി ഇരുന്ന് കുറുകും. അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഏതായാലും ഇതിന് 2 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരാറുണ്ട്. ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുളിങ്കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് താളിക്കാനായിട്ടാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഉലുവപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും ചേർക്കണമെന്നില്ല, ഒരു നുള്ള് ചേർത്താലും മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറൊക്കെ വേണമെന്നുള്ളവർ ഒരു നുള്ള് മുളക് പൊടി കൂടി താളിക്കുന്നതിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ഡാർക്ക് കളറാവും. അപ്പം ഇതാണ് നമ്മുടെ പുളിങ്കറി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടെ തൈരും കൂടി കൂട്ടി കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം മീൻ പൊരിച്ചതും ഒരു അച്ചാറും ഈ ഒരു കറിയും അതുപോലെ തന്നെ കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ചോറ് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ പുളിങ്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താലേ മറ്റുള്ളവരിലേക്ക് റെസിപ്പി എത്തുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ മാത്രമേ എൻ്റെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.